ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആർ വീഡിയോ അഗെയിൻ. അപ്പോൾ ഇപ്പോൾ ഇത് ആർ വീഡിയോ ആയി, മിക്ക ടൈമിലും എൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഡേ 2 മീൽ പ്ലാൻ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ ഡേ 1 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ല അവർ ഇല്ലാത്തവർ പോയി കണ്ടിട്ട് വരിക. അപ്പോൾ ഇന്ന് ഡേ 2 ഞാൻ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മോർണിംഗിൻ്റെ കഴിഞ്ഞു, മോർണിംഗ് ടൈമിലേക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ മോർണിംഗ് അവൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റു. അപ്പോൾ ഇവളുടെ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ന്യൂ മോംസിന് അറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കുട്ടികളെ എഴുന്നേക്കും, അല്ലെങ്കിൽ നമ്മൾ വാഷ്റൂം പോകുമ്പോഴത്തേക്കും കുട്ടികളെ എഴുന്നേക്കും. ഇതേപോലെ ഞാൻ വീഡിയോ എടുക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും ഇവൾ ഉറക്കത്തിന് എഴുന്നേക്കണം. അപ്പോൾ നമുക്കിന്ന് ഡേ 2 മീൽ പ്ലാൻ കാണാം. ഈ പഴത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ഒരു പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഇപ്പോൾ വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ ബ്ലാക്ക് സാധനമാണ് എടുത്ത് മാറ്റേണ്ടത്. ഇത് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് പാടാണ് പിള്ളേർക്ക്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ബ്ലാക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായി സ്മാഷ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു ഡ്രോപ്പ് നെയ്യും കൂടി നമുക്ക് ഇടാം കേട്ടോ. ഇന്നെന്താണ് ഏത്തപ്പഴോ? ഏത്തപ്പഴമൊക്കെ ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കഴിക്കാൻ വേണ്ടി ധൃതി കൂട്ടുന്നത്. അപ്പോൾ എപ്പോഴും ഇത് കഴിച്ചു എന്ന് വരില്ല കേട്ടോ. ചിലപ്പോൾ ഇന്ന് കഴിച്ചു, നാളെ ഇതൊന്നും ഇഷ്ടമില്ലാത്ത പോലെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അവരുടെ ഒരു ഇഷ്ടം കൂടി കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ 3 ടൈം മീൽ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ 3 ടൈം തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നമ്മൾ ഫീഡ് ചെയ്യുക. അപ്പോൾ അവരുടെ ഒരു മൂഡിനനുസരിച്ച് ഫുഡ് വെറുക്കാത്ത രീതിയിൽ നമ്മൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ ഇന്ന് പംകിനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നന്നായി വേവിച്ചു. നമുക്ക് നന്നായി സ്മാഷ് ചെയ്യാനൊക്കെയും പംകിൻ പിന്നെ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ അതേപോലെ വേവിച്ച് ഞാൻ ഗ്രൈൻഡ് ചെയ്തു. കുറച്ച് വെള്ളം ചേർത്താൽ ഈ ഒരു കൺസിസ്റ്റൻസിയും കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ മീൽ പ്ലാൻ അത്രയും ഉണ്ടായല്ലോ ഡേ 2. ഇപ്പോൾ രാത്രിയായപ്പോഴത്തേക്ക് റാഗി കൊടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ അവൾ ഉച്ചയ്ക്ക് കുറച്ച് ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് പിന്നെ ഈവനിങ്ങത്തെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അല്ലെങ്കിൽ നോർമലി റാഗി തന്നെയാണ് അവൾ ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും റാഗി എന്തായാലും ഒരു ദിവസം ഇങ്ങോട്ടും അങ്ങോട്ടായിട്ട് സ്വിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ നാളെ ഇനി മീൽ പ്ലാൻ ഡേ 3 ആയിട്ട് വരാം. അതിൽ പുതിയ മീൽ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടിൽ ദെൻ ബൈ.